ജോസഫ് പാസ്റ്റർ ജോൺ, അതുപോലെ തന്നെ ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ അവർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഇവിടെ ടീം പ്രസന്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനിയും അത് അവതരിപ്പിക്കുന്നില്ല. എന്നാൽ ആ പ്രസന്റ് ചെയ്യപ്പെട്ട ടീമിനോടുള്ള അതിന്റെ ബഹുമുഖ വശങ്ങളെ കുറിച്ചുള്ള ചിന്തകളായിരിക്കുമല്ലോ വരുന്ന ദിവസങ്ങളിൽ പുരോഗമിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ആ തീമുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ചിന്ത ചുരുക്കം സമയം കൊണ്ട് പ്രസ്താവിച്ചിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ആരെങ്കിലും ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ. കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പി. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ തീമിന് പലവിധമായ വശങ്ങളുണ്ട്. ഞാൻ ഇന്നിവിടെ സംസാരിക്കാനായി താല്പര്യപ്പെടുന്ന വിഷയം സേവനത്തിനായുള്ള നിയോഗം. പ്രൈസലോ, കർത്താവായ യേശുവിനെ സേവിപ്പി എന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില ചിന്തകൾ പറഞ്ഞിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവിൽ ശരണപ്പെടുകയാണ്. നാമ സ്തോത്രം, ഇതിന്റെ PIPയുടെ അർത്ഥവാക്യം തന്നെ സ്തോത്രം സേവനത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിനെ സേവിക്കുവാനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്നാൽ സേവനത്തിനായി നാം ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിൽ നിന്ന് നാം ഒരു നിയോഗം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അതിനു മുമ്പായി ഈ നിയോഗത്തിനായി ഈ നിയോഗം നമ്മിലേക്ക് പകരപ്പെടുമ്പോൾ തന്നെ, സേവനത്തിനായി നാം ഇറങ്ങി പുറപ്പെടുമ്പോൾ തന്നെ സേവനത്തിനായി നമ്മെ സജ്ജരാക്കുന്ന ഒരു ദർശനം നമ്മിൽ പകരപ്പെടേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, വലിയ ലൈബ്രറികളിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കും, പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഇതാണ്: മിസ്പ്ലേസ്ഡ് ബുക്ക് ഈസ് ലോസ്റ്റ്. ക്രമം തെറ്റിയ പുസ്തകം നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. ഈ 10-500 പുസ്തകങ്ങൾ വെക്കുന്ന ഗ്രാമീണ വായനശാലകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള വലിയ ലൈബ്രറികളിൽ ഇങ്ങനെ ഒരു പ്രസ്താവന എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്: ഞാനോ നിങ്ങളോ ഒരു പുസ്തകം ഉദ്ദേശിക്കുന്ന പുസ്തകം അന്വേഷിച്ച് ആ ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഇരിക്കുന്ന ആ പുസ്തക ശേഖരത്തിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന പുസ്തകം കണ്ടെടുക്കുക വളരെ ശ്രമകരമായ ജോലിയാണ്. അതുകൊണ്ട് അതാണ് ആയാസരഹിതമാക്കുവാൻ അവിടെ ഒരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എഴുതിയ ആളുടെ പേര്, ഏത് വർഷം എഴുതി, ഏത് വിഭാഗത്തിൽ ഈ പുസ്തകം ഇടുന്നു എന്നിത്യാദി വിഷയങ്ങൾ ഉൾപ്പെടുത്തി ഒരു ചാർട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ചാർട്ട് നോക്കി നാം സ്തോത്രം ഈ ലൈബ്രറിയിൽ പ്രവേശിച്ചാൽ വളരെ വേഗത്തിൽ നമുക്ക് ആ പുസ്തകം കണ്ടെടുക്കാം. എന്നാൽ ചില ആളുകൾ ഈ ലൈബ്രറിയിൽ എത്തിയിട്ട് സ്തോത്രം ഇങ്ങനെ നടന്നുകൊണ്ട് പുസ്തകം വായിക്കുന്ന ഒരു ശീലമുണ്ട്. അവരവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും അത് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ആ പുസ്തകം എടുത്ത് അല്പം മുന്നോട്ട് പോകും. എന്നിട്ട് മറ്റൊരു പുസ്തകം കാണുമ്പോൾ ഈ പുസ്തകം അവിടെ വെക്കും. അതിനുശേഷം വീണ്ടും അവർ മുന്നോട്ട് നടക്കും. അവിടെ നിന്ന് ഒരു പുസ്തകം മറ്റൊരു പുസ്തകം ലഭിക്കുമ്പോൾ രണ്ടാമതെടുത്ത പുസ്തകത്തിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരു പുസ്തകം കൊണ്ടുവെക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകത്തിന്റെ ക്രമത്തെ മുഴുവൻ തെറ്റിക്കും. അതിനുശേഷം വേറൊരാൾ ഈ പുസ്തകം ഉദ്ദേശിച്ച് ഈ ലൈബ്രറിയിൽ വന്ന് ഈ ചാർട്ട് നോക്കി പുസ്തകം എടുക്കുവാനായി ലൈബ്രറിയിൽ പ്രവേശിച്ചാൽ ഈ മനുഷ്യന് ആ പുസ്തകം ലഭിക്കത്തില്ല. വളരെ ലക്ഷക്കണക്കിലിരിക്കുന്ന പുസ്തക ശേഖരത്തിൽ നിന്ന് ഈ പുസ്തകം പിന്നീട് കണ്ടെത്തുക വളരെ ശ്രമകരമായ ജോലിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ആരും പുസ്തകങ്ങൾ ക്രമം തെറ്റിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ക്രമം തെറ്റിയ പുസ്തകത്തെ നഷ്ടപ്പെട്ടതിന് തുല്യമായി പരിഗണിക്കും. ഞാൻ എന്തിനാണ് പ്രാരംഭമായി ഇത് പറഞ്ഞതെന്ന് ഓർപ്പിച്ചാൽ, സേവനത്തിനായി നമ്മെ വിളിക്കുമ്പോൾ ഒരു സ്പേസ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രൈസലോ, നാം അവിടെ നിന്ന് ക്രമം തെറ്റിയാൽ ഒരു പക്ഷേ ദൈവം നമ്മെ നഷ്ടപ്പെട്ടതായി പരിഗണിച്ച് മറ്റാരെങ്കിലും അവിടേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സേവനം എന്നൊരു ദൃഷ്ടാന്തം വേദപുസ്തകത്തിൽ പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്തോത്രം എനിക്ക് എന്റെ കണ്ണുടക്കിയത് ഒരു ചിന്തയാണ്. സുവിശേഷത്തിൽ മർക്കോസ് സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തു ഒരു ഭവനത്തിലേക്ക് വന്നു. അവിടെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നടക്കുന്നു എന്ന ശ്രുതി കേട്ടപ്പോൾ അതിന്റെ അടുത്തൊരു പക്ഷപാതക്കാരനായ മനുഷ്യൻ
പക്ഷപാതക്കാരനായ മനുഷ്യനെ അവിടെ എഴുതിയിരിക്കുന്ന 4 ആളുകൾ ചേർന്ന് യേശുവിന്റെ അല്ലെങ്കിൽ യേശു ആ വസിക്കുന്നതായ ഭവനത്തിൽ എത്തിച്ച ഒരു ചരിത്ര പശ്ചാത്തലം, ഒരു സംഭവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് സേവനം? ക്രൈസ്തവോ, ആത്യന്തികമായി സേവനത്തിന്റെ ലക്ഷ്യം ക്രിസ്തുവിലേക്ക് ജനത്തെ നയിക്കുക എന്നതാണ്. ക്രൈസ്തവോ, ഈ പക്ഷപാതക്കാരനായ മനുഷ്യന് സ്വയമായി ക്രിസ്തുവിനെ അറിയുവാനോ അല്ലെങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടത്തേക്കോ വിടുതൽ പ്രാപിക്കുവാനോ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 4 ആളുകൾ കുറഞ്ഞപക്ഷം യേശു ക്രിസ്തുവിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനോട് ലഭിക്കുന്ന സൗഖ്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. യേശു ക്രിസ്തുവിന്റെ പ്രവർത്തന സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം. എന്നതുകൊണ്ട് തന്നെ ഇവർ അറിഞ്ഞ സത്യത്തിലേക്ക് ആ നിസ്സഹായനായി കിടക്കുന്ന ഈ മനുഷ്യനെ എത്തിക്കുക എന്നത് അവരുടെ സേവനത്തിന്റെ ഭാഗമായി അവർ ഏറ്റെടുത്തു. സ്തോത്രം. ഈ പക്ഷപാതക്കാരനായ മനുഷ്യനെ, അനങ്ങുവാനോ ശരീരമനങ്ങുവാനോ കഴിയാത്ത ഈ മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് എത്തിക്കണമെങ്കിൽ കുറഞ്ഞപക്ഷം ആ ഭവനത്തിലെ ആളുകളുടെ അനുമതി നേടണം. അങ്ങനെയാണെങ്കിൽ പക്ഷപാതക്കാരനായ മനുഷ്യനോട് യേശുവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ ഭവനത്തിലുള്ള ആളുകളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. സ്തോത്രം. അതാണ് സേവനത്തിന്റെ പ്രഥമപടി, അല്ലെങ്കിൽ സുവിശേഷീകരണത്തിന്റെ പ്രഥമപടി. ക്രൈസ്തവോ, അവിടെ അവർ യേശു ക്രിസ്തുവിനെ കുറിച്ചും യേശു ക്രിസ്തുവിന് എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്നതിനെ കുറിച്ചും ദീർഘവർഷങ്ങളായി ശയ്യാപരമ്പരയിൽ കിടക്കുന്ന ഈ മനുഷ്യന് ഒരു വിടുതൽ നൽകി തരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും എന്നതിനെ കുറിച്ചും വ്യക്തമായി ആളുകളെ ധരിപ്പിച്ചതിന് ശേഷം, സ്തോത്രം, ഈ 4 പേർ ആ മനുഷ്യനെ ചുമന്നുകൊണ്ട് യേശു ക്രിസ്തു ഇരിക്കുന്ന ഭവനത്തിലേക്ക് പോവുകയാണ്. സ്തോത്രം. നമ്മെ സേവനത്തിനായി വിളിച്ചിരിക്കുമ്പോൾ, അഥവാ സേവനത്തിനായുള്ള നിയോഗം നമ്മിൽ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനെ അറിയുവാൻ കഴിയാത്ത, ഒരിക്കലെങ്കിലും യേശു ക്രിസ്തുവിൽ നിന്നും ലഭിക്കേണ്ട വിടുതലുകളെ കുറിച്ച് അറിയുവാൻ കഴിയാത്ത ആയിരക്കണക്കിന് ആളുകളെ യേശു ക്രിസ്തുവിന്റെ അടുപ്പിലേക്ക് എത്തിച്ച് യേശു ക്രിസ്തുവിൽ നിന്നുള്ള വിടുതല് അവർക്ക് നൽകി കൊടുക്കുക എന്നതാണ് സേവനത്തിനായി വിളിക്കപ്പെട്ട നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ക്രൈസ്തവോ, എന്നാൽ ഈ നിയോഗം നമ്മിൽ ദൈവം ഏൽപ്പിക്കുമ്പോൾ നിയോഗത്തിന്റെ ഒരു സഞ്ചാര പാതയും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട്. ഈ നിയോഗത്തിന്റെ വഴികളിൽ നിന്ന് നാം മാറിപ്പോയാൽ ദൈവം നമ്മെ പിന്തുടർന്നു വന്ന് ഈ നിയോഗത്തിന്റെ വഴിയിലേക്ക് നടത്തിയ ഒരുപാട് ചരിത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ദീർഘവർഷങ്ങൾ ആരോരും അറിയപ്പെടാതെ ആ ദിഷ്ബിയിൽ ഏതോ ഒരു ഗ്രാമത്തിൽ പ്രാർത്ഥിച്ച്, സ്തോത്രം, കാലത്തിന്റെ യവനികയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ഏലിയാവ്. ദൈവത്തിന്റെ സമയമായപ്പോൾ തിരശീലകളെ ഭേദിച്ചുകൊണ്ട് ഈ മനുഷ്യന് പ്രവാചകനായ ഏലിയാവ് കൊടുങ്കാറ്റ് പോലെ ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് വന്ന്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് ഭയം കൂടാതെ ശക്തമായി പ്രവചനം പറഞ്ഞ ഈ ഏലിയാവ് ചില ദിവസങ്ങൾ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ആമേൻ, സ്തോത്രം, ഒരു ഗുഹയിൽ കിടക്കുകയാണ്. ദൈവം ഈ മനുഷ്യനെ തേടി ഗുഹാമുഖത്തെത്തി ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? സ്തോത്രം. ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് ദൈവം ചോദിക്കുമ്പോൾ ഏലിയാവ് എത്തപ്പെടേണ്ട സാഹചര്യങ്ങളും ഏലിയാവ് യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളും ഏലിയാവ് എവിടെല്ലാം ആയിരിക്കണമെന്നും നിയോഗം നൽകുമ്പോൾ ദൈവത്തിന്റെ മനസ്സിൽ ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ നിന്ന് വ്യതിചലിച്ച് ഏലിയാവ് തന്നിഷ്ടപ്രകാരം എവിടെയെങ്കിലും കയറി കിടന്നാൽ ഏലിയാവിനെ തേടി ദൈവം വരും. ഏലിയാവേ, നിന്നിൽ ഏൽപ്പിക്കപ്പെട്ട നിയോഗത്തിന്റെ വഴികളിൽ ഈ ഗുഹയില്ലല്ലോ, അതുകൊണ്ട് ഏലിയാവെ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന് പറഞ്ഞ് ഏലിയാവിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത് സ്തോത്രം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായി കഴിയും. അതുകൊണ്ട് ഞാൻ ഓർമ്മിക്കുന്നത്, നമ്മെ ദൈവം നിയോഗം നൽകി സേവനത്തിനായി വിളിക്കുമ്പോൾ ഒരു വഴിയും ഒരു സ്പേസും ദൈവം നൽകിയിട്ടുണ്ട്. നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട നിയോഗത്തിന്റെ വഴികളിൽ നിന്ന് ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന സഞ്ചാരപാതകളിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാൽ ഒരുപക്ഷെ, സ്തോത്രം, എപ്പോഴും ദൈവം പിന്തുടർന്നു വരികയില്ല. സ്തോത്രം. എന്നാൽ യോനയോടും ഏലിയാവിനോടും ഒക്കെയുള്ള ബന്ധത്തിൽ അവർ പിന്മാറിപ്പോയപ്പോഴും സഞ്ചാരവഴിയിൽ നിന്ന് മാറിപ്പോയപ്പോഴും ദൈവം അവരെ പിന്തുടർന്ന ചരിത്രമാണ്. ഒരു ഒരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. സ്തോത്രം. ആ ബിഷപ്പ് ആന്റണി പടിയറയുടെ ഒരു ഭല്ല പുസ്തകത്തിൽ വളരെ രസകരവും അപ്പോൾ തന്നെ ചിന്തനീയവുമായ ഒരു കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്, വൈദിക വൃത്തിയെ ദൈവിക വേലയായി കണ്ട ഒരു അച്ഛൻ, സ്തോത്രം, ദീർഘവർഷങ്ങളിലെ ഈ ഭൂമിയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് മരിച്ച് സ്വർഗകവാടത്തിച്ചു. അപ്പോൾ സ്ലീഹ പത്രോസ് പുസ്തകമെടുത്ത് അച്ഛന്റെ പേര് നോക്കി പോലും, ആമേൻ, സ്തോത്രം, പേരുകൾ ഇങ്ങനെ നോക്കി വരവേ അച്ഛന്റെ പേര് ആ പുസ്തകത്തിൽ കണ്ടില്ല. ദീർഘവർഷങ്ങളായി വൈദിക വേല ചെയ്യുന്ന
അച്ഛന്റെ പേര് ഈ പുസ്തകത്തിൽ കാണാത്തത് കൊണ്ട് പത്രോസ് സ്തോത്രം അച്ഛനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആമേൻ സ്തോത്രം അവിടെ നിന്ന് ഒരു മാലാഖ പത്രോസിനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. ആമേൻ പത്രോസേ, നീ അച്ഛന്മാരുടെ ലിസ്റ്റിൽ ഈ അച്ഛന്റെ പേര് നോക്കണ്ട, നീ ആചാര്യമാരുടെ ലിസ്റ്റിൽ ഈ അച്ഛന്റെ പേര് നോക്കാൻ പറഞ്ഞു. സ്തോത്രം. കാരണം പത്രോസ് അന്വേഷിച്ചപ്പോൾ ഈ അച്ഛൻ ദീർഘവർഷങ്ങൾ ഈ ഭൂമിയിൽ വൈദിക വേല ചെയ്ത് പല പള്ളികളിൽ മാറി മാറി ശുശ്രൂഷിച്ചപ്പോഴും അജപാലനത്തെക്കാൾ ഈ അച്ഛന് താല്പര്യം ആമേൻ സ്തോത്രം കെട്ടിട നിർമ്മാണവും അവിടെയുള്ള കട്ടിലും കസേരയും മേശയും ഒക്കെ നിർമ്മിക്കുന്നതായിരുന്നു. സ്തോത്രം. അങ്ങനെ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന്മാരുടെ പേരിൽ നിന്ന് ആചാര്യമാരുടെ പേരിലേക്ക് അച്ഛൻ മാറ്റപ്പെട്ടു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മെ നിയോഗത്തിൽ നൽകി ഒരു സേവനത്തിനായി വിളിച്ചു വേർതിരിക്കുമ്പോൾ നമ്മെ അറിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്തോത്രം ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവിടെ നിന്ന് ഞാനും നിങ്ങളും മാറി മറ്റിതര വഴികളിലേക്ക് യാത്ര ചെയ്താൽ ഒരുപക്ഷെ നമ്മെ അറിയപ്പെടുന്ന പേരിലായിരിക്കില്ല ദൈവം നമ്മെ സ്തോത്രം അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആമേൻ ഹല്ലേലൂയ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സേവനത്തിനായി നമുക്കൊരു നിയോഗം സ്തോത്രം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുമാത്രമല്ല, സേവനത്തിനായി ഒരു ദർശനം നാം പ്രാപിക്കണം. ഒറ്റക്കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോൾ 2 സെക്കൻഡ് കൊണ്ട് സ്തോത്രം. വളരെ നമുക്കറിയാം, കോട്ടയംകാരൻ ആമേൻ മാത്യു എന്ന മനുഷ്യന് ഒരു മകനുണ്ട്. സ്തോത്രം. മേഴ്സി മാത്യു. ഇങ്ങനെ ഇവർ ജനിച്ച് വളർന്നു വരവേ ഇവരുടെ വലിയൊരു ആഗ്രഹമാണ് സ്തോത്രം, എനിക്ക് ആതുര സേവനം ചെയ്യണം, പാവപ്പെട്ട ജനങ്ങളെ സേവിക്കണം. അങ്ങനെ ഇരിക്കാൻ ഇവരുടെ കന്യാസ്ത്രീ മഠത്തിൽ എത്തപ്പെട്ടു. ആമേൻ. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി എന്റെ ദർശനത്തെ പൂർത്തീകരണത്തിലേക്ക് വരത്തക്ക നിലകളിൽ ഈ കന്യാസ്ത്രീ മഠത്തിലെ അനുഭവം ശരിയാവുന്നില്ലെന്ന് കണ്ട് അവൾ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് നേരെ ആദിവാസി ഊരുകളിലേക്ക് പോയി. നിങ്ങൾ അറിയാമായിരിക്കും സ്തോത്രം, മേഴ്സി മാത്യു എന്ന ദയാഭായി ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിച്ചു. ആദിവാസികളുടെ ചാവാലിപ്പട്ടി എന്ന് പോലും സ്തോത്രം അധികാരി ബന്ധങ്ങൾ ഇവർക്കെതിരെ വിധിയെഴുത്ത് നടത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം ഇവർക്ക് ആ അപ്പൻ രോഗമായി കിടക്കുന്നു എന്നൊരു അറിവ് കിട്ടി. അപ്പന്റെ അടുക്കൽ അപ്പനെ കാണുവാനായി മധ്യപ്രദേശിലെ ആദിവാസി ഊരുകളിൽ നിന്ന് ഈ മേഴ്സി മാത്യു എന്ന ദയാഭായി സ്തോത്രം കോട്ടയത്ത് തന്റെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ നിന്ന് പോയ മകളല്ല, സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള ഈ സ്ത്രീയുടെ രൂപമാകെ മാറ്റപ്പെട്ടിരിക്കുന്നു. ആദിവാസികളോട് ചേർന്നുകൊണ്ട് ആദിവാസികളുടെ ഭാഷയും സംസാരവും ആകാര രീതികളും ഒക്കെയായി ഇവളായി ഒരു ആദിവാസി പെൺകുട്ടിയെ പോലെയായി, ആദിവാസി സ്ത്രീയെ പോലെയായി. ആമേൻ. മരണത്തോട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അപ്പൻ തന്റെ സ്വന്തം മകളെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, മകളെ ഇത്രയും വേണമായിരുന്നോ? അതിന് മറുപടിയായി അവൾ അപ്പന്റെ സ്തോത്രം തലയ്ക്ക് മുകളിൽ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ക്രൂശിത രൂപം അവന്റെ തലയിൽ സ്തോത്രം മുൾക്കിരീടം അടിച്ച് അവൻ താഴ്ത്തിയിട്ട് അവൻ ആ മുൾക്കിരീടം അടിച്ചുകൊണ്ട് അവൻ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം അങ്ങനെ ഹല്ലേലൂയ ആ ക്രൂശിക്കപ്പെട്ടവനായി കിടക്കുന്ന യേശുവിന്റെ രൂപത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ മേഴ്സി മാത്യു എന്ന ദയാഭായി സ്തോത്രം അപ്പനോട് ചോദിച്ചു പോലും, ഈശോയെ നിനക്ക് ഇത്രയും വേണമായിരുന്നു. ഞാൻ എന്തിനായി പറയുമെന്ന് ചോദിച്ചാൽ സ്തോത്രം നാം ഒരു സേവനത്തിനായി മുന്നിട്ടിറങ്ങുമ്പോൾ, നിയോഗം പ്രാപിച്ച് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് നാം ഇറങ്ങുമ്പോൾ സ്തോത്രം ഈ സേവനത്തിനായി നമ്മെ സജ്ജരാക്കാൻ ഒരു ദർശനം നാം പ്രാപിക്കേണ്ടതാണ്. ക്രൂശിതനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനം, അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു എന്ന ദർശനം പ്രാപിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഈ തീമിനെ അടിസ്ഥാനമാക്കി ക്രിസ്തുവിനെ സേവിക്കുവാൻ എല്ലാ PYP-കളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു.